വെൽക്കം ബാക്ക് ടു ജോർജ് ദ ഇന്ത്യൻ ഫാമർ. എൻ്റെ വീട്ടിൽ ഉണ്ടായ കിളിഞ്ഞാവൽ പഴം അതുകൊണ്ട് വൈൻ ഉണ്ടാക്കിയതാണ് ഈ വീഡിയോയിലുള്ളത്. ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ മുന്നേ ഇട്ടിരുന്നു. അതിൽ വൈൻ ഉണ്ടാക്കുന്ന പ്രോസസ്സ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ 21 ദിവസങ്ങൾക്ക് ശേഷം ഞാൻ വൈൻ ഭരണി തുറന്ന് അതിൽ നിന്ന് വൈൻ അരിച്ചെടുത്തു. അപ്പോൾ അത് ഈ വീഡിയോൻ്റെ ലാസ്റ്റിലുണ്ട്. ഇതിപ്പോൾ കിളിഞ്ഞാവൽ നല്ലോണം പഴുത്ത് പാകമായി നിൽക്കുകയാണ്. അത് അത്യാവശ്യം ഞാൻ പൊട്ടിച്ചപ്പോൾ ഒരു 4-5 കിലോയോളം ഉണ്ടായിരുന്നു. സാധാരണ ഒക്ടോബർ മാസമാണ് കിളിഞ്ഞാവൽ പാകാവൽ. പക്ഷേ ഈ പ്രാവശ്യം ഇത്തിരി ലേറ്റായി. ഡിസംബറിലേക്ക് ആണ് ഞാനിത് പൊട്ടിച്ചെടുത്തത്. എന്നാലും നല്ലോണം പഴുത്തുണ്ട്, നിങ്ങൾക്ക് കാണാം. ഇപ്പോൾ ഏകദേശം ഞാവൽപ്പഴത്തിൻ്റെ പോലത്തെ കളറും കാര്യങ്ങളൊക്കെയാണ് ഈ കിളിഞ്ഞാവലിനും. ടേസ്റ്റും ഏകദേശം അതുപോലെയാണ്, പക്ഷെ വളരെ ചെറുതാണ്. അതുകൊണ്ടാണ് മനുഷ്യർക്ക് ഇത് കഴിക്കാൻ വലിയ താല്പര്യമില്ല. ഞാൻ കഴിക്കാറുണ്ട്, വേറെയും പലരൊക്കെ കഴിക്കുന്നുണ്ടാവും. അതുപോലെ ഞാൻ പിക്കിൾ ചെയ്യാറുണ്ട്. പിക്കിൾ ചെയ്തിട്ടുള്ള വീഡിയോ ഇതിലുണ്ട്. വൈൻ ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഇത് തിന്നിട്ട് ചില വീഡിയോസ് ഒക്കെ ഉണ്ട്. ഇതിൽ ചിലരൊക്കെ ഇതൊന്നിനും കൊള്ളില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ കമൻസൊക്കെ ആയിട്ടുള്ള വീഡിയോസൊക്കെ ഉണ്ട്. പക്ഷെ ഇതുകൊണ്ട് ഇതിപ്പോൾ ഞാൻ വൈൻ ഉണ്ടാക്കി ഞാൻ കുടിക്കുകയും ചെയ്തു. ഒരു അപകടവും ഇല്ല. മാത്രമല്ല, നിങ്ങൾ പലർക്കും അറിയാം, ഇത് അത്യാവശ്യം ഔഷധ ഗുണമുള്ള ഒരു പഴം കൂടിയാണ് ഈ കിളിഞ്ഞാവൽ. മറ്റ് സാക്ഷാൽ ഞാവൽപ്പഴത്തിൻ്റെ പോലെ തന്നെ ഷുഗറിനൊക്കെ നല്ലതാണ്. ഡയബറ്റിക്സിനൊക്കെ കഴിക്കാവുന്നൊരു പഴമാണ്, ഒരു ഫ്രൂട്ടാണ് ഞാവൽപ്പഴം. അതുപോലെ തന്നെയാണ് അതിൽ കൂടുതൽ ഔഷധ ഗുണമുള്ളതാണ് ഈ കിളിഞ്ഞാവൽ. അപ്പോൾ അതിൻ്റെ വൈൻ ഓഫ് കോഴ്സ് നല്ലതായിരിക്കണം. ഞാൻ എന്തായാലും ഇപ്പോൾ ഈ കിളിഞ്ഞാവൽ വൈനിൽ അധികം ഷുഗർ ഞാൻ യൂസ് ചെയ്തേ ഇല്ല. അതിന് പകരം ജാഗ്രി അല്ലെങ്കിൽ നമ്മുടെ ശർക്കരയുടെ പൗഡർ, അത് പാരീസ് എന്ന് പറഞ്ഞ കമ്പനിയുടെ നല്ല പൗഡറാണ് ഞാൻ യൂസ് ചെയ്തത്. അതും വളരെ കുറച്ച്, ഒരു 1.5 കിലോ. ഈ 4 കിലോ കഷ്ടി 4 കിലോ ഉണ്ടായിരുന്നിരിക്കണം ഫ്രൂട്ടിന്. ഞാൻ 1.5 കിലോ ജാഗ്രിയെ യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇതിന് മധുരം ഇല്ല. പക്ഷേ ഞാൻ മധുരം ഇഷ്ടപ്പെടണമില്ല. വൈൻ എന്ന് പറയുമ്പോൾ സ്വതവേ മലയാളികൾക്കൊക്കെ നല്ല മധുരത്തിൽ മുന്തിരി വൈനാണ് പരിചയം ഉണ്ടാവുക. പക്ഷെ ഞാൻ എന്തായാലും വൈനിൽ മധുരം അധികം ഉദ്ദേശിച്ചിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ സാധാരണ 1 കിലോ പഴമാണെങ്കിൽ, ഇപ്പോൾ മുന്തിരി ആയാലും വേറെ എന്താണെങ്കിലും, അത് 1:1 റേഷ്യോ ആണ് 1 കിലോ ഷുഗർ. അപ്പോൾ ഷുഗർ ഞാൻ കട്ട് ചെയ്തു. അതിന് പകരം ജാഗ്രിയാണ് യൂസ് ചെയ്തത്. ഫെർമെൻറ്റേഷനാണ് ഷുഗർ യൂസ് ചെയ്യേണ്ടത്. ഫെർമെൻറ്റേഷൻ ഇപ്പോൾ ജാഗ്രിയിലും ഉണ്ടാവും. അത് കൂടാതെ ഞാൻ അതിൻ്റെ അകത്ത് ഗോതമ്പ്, അത്യാവശ്യം 1 കപ്പ് ഗോതമ്പ് ചേർത്തു. പിന്നെ ഈസ്റ്റ്, ഓഫ് കോഴ്സ് ഈസ്റ്റ് ഉണ്ട്. പിന്നെ ഇതിലൊന്നും ക്വാണ്ടിറ്റി ഒന്നും ഞാൻ അങ്ങനെ അത്ര കാര്യമായിട്ട് നോക്കിയിട്ടില്ല. അതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഓരോന്നിനും ഇത്ര ക്വാണ്ടിറ്റി അങ്ങനെയൊന്നുമില്ല. അതൊക്കെ ഏകദേശം ഞാൻ ചില വീഡിയോസൊക്കെ നോക്കി അതിൻ്റെ അകത്തുനിന്ന് ചില കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അതിനനുസരിച്ച് സ്പൈസസ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഏലക്കായ ഉണ്ട്, കറിയാമ്പൂവുണ്ട്, കറുവപ്പട്ടയുണ്ട്, അങ്ങനെ 2-3 തരം സ്പൈസസും ഉണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങളായിട്ടാണ് വൈൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതൊന്നും ഞാനിപ്പോൾ അത്ര ഡീറ്റെയിൽഡായിട്ട് ഇതിൽ കാണിക്കണമൊന്നുമില്ല. ഇതൊക്കെ ഇഷ്ടംപോലെ വീഡിയോസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ കണ്ടിട്ട് അതുപോലെയൊക്കെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. പ്രൊസീജിയറും പ്രോസസ്സൊക്കെ അതന്നെ. അപ്പോൾ ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തതാണ് ഈ കിളിഞ്ഞാവൽ. നല്ല ഭംഗിയുണ്ട് കാണാൻ തന്നെ. ഈ വൈനിൽ ഓരോന്നിനും അതിൻ്റേതായിട്ടുള്ള ആ ഒരു റേഷ്യോ, അല്ലെങ്കിൽ അതിൻ്റെ ഇത്ര ക്വാണ്ടിറ്റിക്ക് ഇത്ര യൂസ് ചെയ്യാന്നുള്ളത്. അപ്പോൾ അത് സ്പൈസസ് ആയാലും ഈസ്റ്റ് ആയാലും, ഈസ്റ്റ് ഞാനൊരു ചെറിയ ബോട്ടിലിൽ ഷോപ്പുകളിൽ വാങ്ങാൻ കിട്ടുന്ന ആ ഒരു ബോട്ടിൽ തന്നെ യൂസ് ചെയ്തിട്ടുള്ളൂ. ഗോതമ്പ് ഞാനൊരു കപ്പോളം, അതിൽ ചിലപ്പോൾ ഇത്തിരി കൂടുതൽ ഗോതമ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ സ്പൈസ് ഈ പറഞ്ഞ 3 കൂട്ടം, ഏലക്കായ, കറുവപ്പട്ട, കറിയാമ്പൂ, ഇത്രയും സാധനങ്ങൾ പ്ലസ് നല്ല ഫിൽറ്റേർഡ് വെള്ളം എന്ന് പറഞ്ഞാൽ നമ്മുടെ വാട്ടർ ഫിൽറ്ററിൽ നിന്ന് എടുക്കുന്ന വെള്ളം, ഇത്രയൊക്കെ തന്നെ യൂസ് ചെയ്തിട്ടുള്ളൂ. ഈ ജാഗ്രി ഞാൻ പറഞ്ഞ പാരീസ് എന്ന് പറഞ്ഞ കമ്പനിയുടെ നമ്മുടെ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ കിട്ടുന്നുണ്ട്. ഇപ്പോൾ നല്ല പൗഡേർഡ് ആയിട്ടുള്ള ശർക്കര ജാഗ്രി പൊടി, അത് 3 പാക്കറ്റ്, 1/2 കിലോൻ്റെ 3 പാക്കറ്റാണ് ഞാൻ യൂസ് ചെയ്തത്. അപ്പോൾ അതിലും ഞാൻ പറഞ്ഞ പോലെ റേഷ്യോ 1:1 ഒന്നല്ല. ഞാൻ മധുരം കുറയ്ക്കാനാണ് അത് ചെയ്തത്. അപ്പോൾ ഇത് കെട്ടി വെച്ചിരിക്കുകയാണ്. 21 ദിവസത്തിന് ശേഷമുള്ള പിക്ചറാണ് ഈ കാണുന്നത്.
അപ്പോൾ അത് ഒരു വലിയ ഭരണി 10-50 വർഷം പഴക്കമുള്ളത് മെയ്ഡ് ഇൻ സ്കോട്ട്ലാൻഡാണ് ഈ ഭരണി. വീട്ടിൽ പണ്ടേ ഉള്ളതാണ്. ഇടയ്ക്ക് ഞാൻ ഇതുപോലെ വൈൻ ഇടാറുണ്ട്. മുന്തിരി അങ്ങനെ 3-4 പ്രാവശ്യമൊക്കെ ഞാൻ വൈൻ ഇട്ടിട്ടുണ്ട്. പിന്നെ അതിന് മുമ്പ് നമ്മുടെ വീട്ടുകാർ വൈൻ ഇട്ടിരുന്ന ഒരു ഭരണിയാണിത്. അപ്പോൾ ഇതിൽ കാണുന്ന ഈ കമ്പ് മൾബറി എൻ്റെ വീട്ടിലുണ്ട്. അതിൻ്റെ ഒരു കൊമ്പ് വെട്ടിയെടുത്ത് അതിൻ്റെ തൊലിയൊക്കെ ചെത്തിക്കളഞ്ഞ് ഇപ്പോൾ മരത്തിൻ്റെ ഒരു കയ്യിലൊക്കെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കമ്പാണ് യൂസ് ചെയ്യേണ്ടതെന്നാണ് പറയണത്. ഇതിൽ മറ്റ് ഇതിന് വൈൻ കേടാവാതിരിക്കാൻ. അപ്പോൾ അതിനായിട്ട് മൾബറിയുടെ ഒരു നല്ല കമ്പ് വെട്ടിയെടുത്ത് അതുകൊണ്ട് നല്ല പോലെ 21 ദിവസം, ഏകദേശം രാത്രി ഒരു 9 മണിക്കാണ് ഞാൻ ഇളക്കിക്കൊണ്ടിരുന്നത്. 21 ദിവസം ഇളക്കി അതിനുശേഷം കെട്ടി മൂടി വെച്ചു. ഇതേപോലെ വൈൻ അരിച്ചെടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം മുന്തിരി വൈൻ്റെ ഒക്കെ പോലെ തന്നെ ഇതും ഒരു പർപ്പിൾ കളറാണ്. പക്ഷേ മുന്തിരി വൈനും അരിച്ചെടുക്കുമ്പോൾ ഇതുപോലെ തന്നെ ഇരിക്കുക. ഇനി ഇത് പറയണത് 21 ഡേയ്സ് ഇതുപോലെ അനക്കാതെ ഒന്നില്ലെങ്കിൽ കുപ്പിയിലോ അല്ലെങ്കിൽ ഭരണിയിലോ തന്നെയോ സൂക്ഷിച്ച് വെക്കണം. അപ്പോഴാണ് ഇത് ക്ലിയറായിട്ട് നല്ല വൈനായിട്ട് വരും. അതുപോലെ തന്നെ അതിൻ്റെ വീര്യവും കൂടി വരും. അപ്പോൾ ഇതിൽ കാണാൻ നിങ്ങൾക്ക് ഗോതമ്പും അതുപോലെ കിളിഞ്ഞാവലൊക്കെ കുറച്ച് വീർത്തു, അതിൻ്റെ കളർ ഒരു ഇത്തിരി മാറി 21 ഡേയ്സിന് ശേഷമുള്ള ഒരു കാഴ്ചയാണ് കാണുന്നത്. ഇത് ഞാൻ കിളിഞ്ഞാവല അങ്ങനെ തന്നെ ഇടുക ചെയ്തത്. ചിലരൊക്കെ അത് എന്താ പറയുക ക്രഷ് ചെയ്തിട്ടൊക്കെ ഇടുന്നുണ്ട്. ഇപ്പോൾ മുന്തിരിയൊക്കെ ഇടുമ്പോൾ ചിലർ ക്രഷ് ചെയ്ത് ഇടുന്നുണ്ട്, ചിലർ വേവിച്ചിടുന്നുണ്ട്. ഇതാണ് ഫൈനൽ പ്രോഡക്റ്റ്. ഇത് കണ്ടാലൊരു ആസവം പോലെയൊക്കെ ഉണ്ട്. ഞാനിത് കുടിച്ചു. ഇപ്പോൾ ഇത് നിങ്ങൾക്കറിയാം, ഞാനിത് ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആഫ്റ്റർ 3-4 ഡേയ്സ് തന്നെ ഞാനൊക്കെ ഒന്ന് എടുത്ത് ടേസ്റ്റ് ഒക്കെ നോക്കി. അപ്പോൾ ഇതിന് ശരിക്കും പറഞ്ഞാൽ കയ്പ്പാണ് എന്ന് പറയാം. എന്താണെന്ന് വെച്ചാൽ മധുരം കുറച്ചല്ലോ, അത്രമാത്രം മധുരം കുറച്ചുണ്ട്. ആ റേഷ്യോ ഞാൻ എടുത്തില്ല 1:1. അപ്പോൾ അതുകൊണ്ട് മധുരം ഇല്ല എന്ന് തന്നെ പറയാം. ചെറിയൊരു കയ്പ്പാണ്. ഇപ്പോൾ ലിക്കറിനൊക്കെ പോലത്തെ ഒരു ടേസ്റ്റ് തന്നെയാണല്ലോ, അതുപോലത്തെ തന്നെ ടേസ്റ്റാണ്. അത്യാവശ്യം ചെറിയൊരു കിക്കും ഉണ്ട് കേട്ടോ, അത് പറയാതെ പറ്റില്ല. പക്ഷേ അങ്ങനെ അത്ര കാര്യമായിട്ടുള്ള ഒരു ആൽക്കഹോൾ കണ്ടൻറ്റ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനിയിപ്പോൾ ഇത് ഇരിക്കും തോറും അത് ഡെവലപ്പ് ചെയ്യുമെന്നറിയില്ല. എനിവേ, ഇതിപ്പോൾ ഒരു വൈൻ ഗ്ലാസ്സിൽ അല്പം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ചിയേഴ്സ്. ഇതാണ് കിളിഞ്ഞാവൽ വൈൻ. താങ്ക് യു ഫോർ വാച്ചിങ്.